അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഇർബദ് മീഡിയയിലെ കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നൽകട്ടെ. നമ്മുടെ നീറുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി അള്ളാഹു നമുക്കൊക്കെ നല്ല റാഹത്തും സന്തോഷവുമുള്ള ജീവിതം നൽകട്ടെ ഇൻഷാ അള്ളാഹ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നൊരു അമൽ പറയാൻ പോവുകയാണ് ഇൻഷാ അള്ളാഹ്. ഈ തമ്പലൈന് കണ്ടാൽ തന്നെ അറിയാം, ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പക്ഷേ ലഹരി ഉപയോഗം എന്ന് പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലേറെ കൂടുതൽ വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും വേവലാതി പറയുന്നതും ഒരു പക്ഷേ ഈ ഉപയോഗിക്കുന്നവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഉമ്മ, ഉപ്പ, ഭാര്യ, അങ്ങനെയുള്ള ആളുകളായിരിക്കും, ജ്യേഷ്ഠാനുജന്മാർ. ലഹരി ഉപയോഗിക്കുന്ന ആൾ ഇത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. കൂടുതലും ഇത് നിർത്തണമെന്നും ഈ പരിപാടിയിലേക്ക് എൻ്റെ മകൻ പോകരുത് എന്നും ചിന്തിക്കുന്നത് കൂടുതലും മാതാപിതാക്കളും, അതല്ലെങ്കിൽ ഭാര്യ, അതല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ, അതല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പ് സുഹൃത്തുക്കളായിരിക്കും, അല്ലേ? ലഹരി ഉപയോഗം നിർത്തണമെന്ന് ഉപയോഗിക്കുന്ന ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിർത്താൻ വലിയ പണിയൊന്നുമില്ല. അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ നമുക്കതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടി അതിന് പറ്റുന്ന ഒരു അമൽ കുറച്ച് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റ് എഴുതി കൊടുക്കാൻ പറ്റിയ അമൽ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ അത് ചെയ്തു. അതിന് ഫലം കിട്ടിയെന്ന് നമുക്ക് ഫോണിലൂടെയും അല്ലാതെയും വിളിച്ചു പറഞ്ഞു. അത് നമുക്ക് അറിയുന്ന സുഹൃത്തുക്കളുടെ കുടുംബത്തിൽ വരെ ഇത്തരം അമലുകൾ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇൻഷാ അള്ളാഹ്. അത് ചെയ്യാൻ പ്രയാസം പറഞ്ഞവർ, ആ പ്ലേറ്റ് എഴുതി കൊടുക്കാൻ ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദ്, വേറെ എന്തെങ്കിലും ഒരു അമൽ ഞങ്ങൾക്ക് ഓനക്ക് അത് കൊടുക്കാൻ പറ്റൂല, അങ്ങനെ പ്ലേറ്റ് എഴുതാൻ അറിയൂല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അള്ളാഹ് അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹ് ലഹരി ഉപയോഗത്തിൽ നിന്നും മോചനം ലഭിക്കാൻ എത്ര വലിയ ലഹരിക്ക് അടിമപ്പെട്ടവനായാലും, കള്ളോ കഞ്ചാവോ, ഇന്ന് വിപണിയിലിറങ്ങുന്ന ഏത് തരം ലഹരി വസ്തുക്കളാണെങ്കിൽ പോലും അതിൽ നിന്നും മോചനം ലഭിക്കാൻ ഇൻഷാ അള്ളാഹ് പറ്റുന്ന കുറച്ച് ഔറാദുകൾ, കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആരും ടെൻഷൻ ആവൊന്നും വേണ്ട, അത് വലിയ അമലൊന്നുമല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് ഇൻഷാ അള്ളാഹ്. ആദ്യമായിട്ട് ഇത് ചെയ്ത് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ലഹരി ഉപയോഗിക്കുന്ന, അതിൽ അടിമപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും സുഹൃത്ത്, ഏതെങ്കിലും ചെറുപ്പക്കാർ, ഏതെങ്കിലും പെങ്ങന്മാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ലഹരി ഉപയോഗം നിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മനക്കരുത്താണ് വേണ്ടത്. ഇത് നടക്കുമെന്നുള്ളൊരു വിശ്വാസം. റബ്ബ് ഇത് തീരുമാനമാക്കി തരും, റബ്ബ് ഇത് എനിക്ക് നിർത്താനുള്ള അവസരം ഒരുക്കി തരും എന്ന് അടിയുറച്ച് മനക്കരുത്തോടു കൂടി വിശ്വസിച്ചിട്ട് ആദ്യം നിങ്ങളൊരു തൗബ ചെയ്യുക. അതാണല്ലോ വേണ്ടത്. ആദ്യം ഒരു തൗബ ചെയ്യുക. തൗബയുടെ രൂപം കോലൊക്കെ എല്ലാവർക്കും അറിയാം, വീഡിയോസിലൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്തു പോയ ആ ഒരു തെറ്റിനെ മുൻനിർത്തി നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. അള്ളാഹ്, ഞാൻ ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല റഹ്മാനെ എന്ന് അള്ളാഹുവിനോട് മനസ്സുരുകി പറയുക. ആ തൗബ തന്നെ മതി നിങ്ങൾക്ക് ഏറ്റവും വലിയ മാറ്റത്തിന്. അള്ളാഹു സ്വീകരിക്കട്ടെ. തൗബ ചെയ്യലാണ് ഒന്നാമത്തെ പരിപാടി. ഈ തൗബയിലൂടെ അവൻ്റെ ഹൃദയം ശുദ്ധീകരിച്ചു കൊടുക്കും അള്ളാഹു. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ മനസ്സെപ്പോഴും അതിലേക്ക് ഇങ്ങനെ വെമ്പൽ കൊള്ളും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യം, ടെൻഷൻ വരുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും അതിലേക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് കള്ള് കുടിക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാം. ഇതിൽ ഈ ഒരു ടെൻഡൻസി ഇങ്ങനെ കൂട്ടി കൂട്ടി ആ മനുഷ്യനെ അതിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ എല്ലാവർക്കും അറിയാം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഈ ദിക്റിനെ നിങ്ങൾ സുബഹിക്ക് ശേഷം അധികരിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിന് ഇതെന്താകും? വല്ലാത്ത ശക്തി തരും. വല്ലാത്ത ശക്തി നിങ്ങളുടെ മനസ്സിന് അള്ളാഹു തരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. രണ്ടാമതായിട്ട്
ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമായി അധികരിച്ച് ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാ. ഈ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഹ്. അതുപോലെ തന്നെ പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും കാവൽ തേടാൻ വേണ്ടി നമുക്ക് ചെല്ലാൻ പറ്റുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു അമലാണ് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ളറൂൻ. ഈ ദിക്ർ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പിശാചിന്റെ ദുർബോധനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ ദിക്ർ ചൊല്ലാകുന്നതാണ്. വലിയ വലിയ ഫലമുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാ ഇതും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം തൗബ ചെയ്യുക, അതിനുശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലുക, അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅ്മാലി വൽ അഹ്വാഹ് എന്നുള്ളത് ചൊല്ലുക. അതിനുശേഷം ഞാൻ പറഞ്ഞ ദിക്റും കൂടി ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ചീത്ത കൂട്ടുകെട്ടുകൾ നിർത്തിവെക്കുക. ലഹരിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ ലഹരി ഉപയോഗത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകുന്നതായിരിക്കും. ഇത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളതാണ്. അവരുടെ വീട്ടുകാർക്കും അവരുടെ ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് ഇനി പറയാൻ പോകുന്നത്. ലഹരി ഉപയോഗം നിർത്താൻ ഉപയോഗിക്കുന്ന ആൾ ചെയ്യാനുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അത് ഉപയോഗം നിർത്താൻ വേണ്ടി മറ്റ് അഹലുകാർക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ് ഇനി പറയാൻ പോകുന്നത്. വീട്ടുകാർ ചെയ്യേണ്ടത് ലഹരി ഉപയോഗം നിർത്തണമെന്നുള്ള ഉദ്ദേശം വെച്ച് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹുവേ, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ ആരാണോ അവർ ലഹരിയിൽ നിന്നും മോചനം കിട്ടി നല്ല റാഹത്തും സന്തോഷവുമുള്ള ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുക. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരില്ല, സ്ക്രീനിൽ കാണിക്കേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ഫാത്തിഹയെ 786 തവണ ഓതിയതിന് ശേഷം, എത്ര? 786 തവണ സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കഴിയുമോ? ഇല്ല. 2 ദിവസം കൊണ്ട് കഴിയുമോ? നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ടാണോ ഇത് ഓതി ചൊല്ലി തീർക്കാൻ കഴിയുന്നത് അത്ര ദിവസം കൊണ്ട് 786 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി ഒരു ജഗ് വെള്ളത്തിലോ ഒരു ബക്കറ്റ് വെള്ളത്തിലോ ഓതി ഊതുക. എല്ലാ രോഗങ്ങൾക്കും മരുന്നാണ്, എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് ഒരു വലിയ ലേഖനം എഴുതിയാൽ പോലും തീരില്ല, അത്രത്തോളം അതിൻ്റെ മഹത്വം നിരന്ന് കിടക്കുകയാണ്. ഒരൊറ്റ ഫാത്തിഹ സൂറത്ത് മാത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരാൻ. ഫാത്തിഹയ്ക്ക് അത്രത്തോളം മഹത്വമുണ്ട്, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഈ വീഡിയോ കണ്ട് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകളുടെ ലഹരി ഉപയോഗം ഖാലിഖായ റബ്ബ് നിർത്തി തരട്ടെ. അത്തരം വേണ്ടാത്ത പിശാചിൻ്റെ പ്രവൃത്തിയിൽ നിന്നും അള്ളാഹു അവരെയും നമ്മളെയും നമ്മളുടെ മക്കളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ 786 തവണ ഓതിയിട്ട് വെള്ളത്തിൽ ഊതുക. ഈ വെള്ളം ആ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. അവർ കുളിക്കുന്ന സമയത്ത് ആ ബക്കറ്റിലൊക്കെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അവരെ കുളിക്കുന്ന സമയത്ത് അവരത് ഒഴിച്ച് കുളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിക്കുക. കാര്യങ്ങൾ അവരറിയാതെ അവരെ വയറ്റിലെത്തിക്കുക. അവർ കുടിക്കാൻ കൊടുത്താൽ കുടിക്കുമെങ്കിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുക. പച്ചവെള്ളമായതുകൊണ്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ മതി, ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കുക, ചായ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതെങ്ങനെയെങ്കിലും ഈ വെള്ളം അവരുടെ വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആയത്തുൽ കുർസിനെ ഓതുക. ഇതിന് ഞാൻ കണക്ക് പറയുന്നില്ല, എത്ര നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ അത്രയും വെള്ളത്തിൽ ഊതിയിട്ട് ആ വ്യക്തിക്ക് കുടിക്കാൻ കൊടുക്കുക.
ഇതിനൊക്കെ വലിയ ഫലമുണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങളിത് ചെയ്യൂ. അള്ളാഹു നിങ്ങൾക്ക് ഫലം തരും. നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് അവരുടെ ലഹരി ഉപയോഗം നിർത്താൻ ഇതൊരു കാരണമായി കിട്ടണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് ഈ അമല് ചെയ്യൂ. അള്ളാഹു ഫലം തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്യുക. അടുത്തത് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വതക്ക കൊടുക്കുക. രോഗികൾക്ക്, ഭക്ഷണം കിട്ടാത്തവർക്ക്, അതല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക്, എല്ലാ ആളുകൾക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ സ്വതക്ക ഈ വ്യക്തിയുടെ പേരിൽ നിങ്ങൾ കൊടുക്കുക. ഭക്ഷണം, പാവപ്പെട്ട എത്തിമക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിൽ നിന്നും മോചനം ലഭിക്കാൻ വലിയ കാരണമാകും. മുത്തുനബി നമ്മളെ പഠിപ്പിച്ച ഏതൊരു കാര്യത്തിനും സ്വതക്ക നല്ലതാണ്. പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേറെന്തെങ്കിലും സഹായം കൊടുക്കുക, ഇതൊക്കെ സ്വതക്കയുടെ പരിധിയിൽ പെടും. നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ആ മനുഷ്യൻ്റെ ലഹരി ഉപയോഗം നിന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വതക്ക നൽകുക. നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം സ്നേഹത്തോടുകൂടി ഈ ആളുകളോട് ഇടപെടണം. എനിക്കൊരുപാട് അനുഭവമുണ്ട്. ഈ കള്ളു കുടിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ മോശം രീതിയിലാണ് ആളുകൾ കാണുന്നതും. വീട്ടുകാർ, കുടുംബക്കാർ, ഭാര്യ എല്ലാവരും കുത്തുവാക്കുകൾ പറയും. അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ ആർക്കും കഴിയുന്നില്ല. മുഅ്മിനീങ്ങളെ, അവിടെയാണ് ഇവർ കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുന്നത്. ഈ കള്ള് കുടിച്ച് ലഹരി ഉപയോഗിച്ച് വരുന്ന ആളുകൾ നിങ്ങൾ അടിക്കാനും കുത്താനും ചവിട്ടാനും അതല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും അവർക്ക് വീണ്ടും അതിലേക്കുള്ള ആ ഒരു പ്രേരണ കൂടുകയാണ് ചെയ്യുക. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം. അവരൊറ്റക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്, വിഷമിക്കണ്ട, പ്രയാസങ്ങളൊക്കെ തീരും, വിഷമങ്ങളൊക്കെ തീരും, ഇനി ഇത് ചെയ്യല്ലേ. സ്നേഹത്തോടു കൂടി, നല്ല സന്തോഷത്തോടു കൂടി അവനെ സന്തോഷിപ്പിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക, അവൻ്റെ കൂടെ നിൽക്കുക. അല്ലാതെ അവനെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരിൽ നിന്നും അവനെ ഒറ്റപ്പെടുത്തിയാൽ ഈ ഉപയോഗം നിർത്തണമെന്ന്, ഇതിൽ നിന്നും മോചനം ലഭിക്കണമെന്ന് അവനക്കും തോന്നാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് അവനോട് നല്ല രീതിയിൽ പെരുമാറുക. മനസ്സിലായോ? അവനെ കൂടുതൽ തിരക്കിലാക്കുക. അതായത് അവൻ എപ്പോഴും തിരക്കുള്ളവനായി മാറട്ടെ. അപ്പോൾ അവന് ഇങ്ങനത്തെ ടെൻഡൻസിയൊക്കെ കുറഞ്ഞു വരും. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുക. അവന് വേണ്ടി വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നുള്ള ദുആ എന്ത് ചെയ്യുക? ധാരാളം അധികരിപ്പിക്കുക. അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വ അതൂബു ഇലൈഹി എന്നുള്ള ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വ അതൂബു ഇലൈഹി എന്നുള്ളതിനെ ധാരാളം അധികരിപ്പിക്കുക. ഇത് വലിയ കാരണമാണ്. അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ അവൻ്റെ ഉറ്റവരുടയവർക്ക് ചെയ്യാൻ പറ്റുന്നത് യാ തവ്വാബു യാ അള്ളാ, യാ തവ്വാബു യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ ധാരാളം അധികരിച്ച് വെള്ളത്തിൽ ചൊല്ലി ഊതി കുടിക്കാൻ കൊടുക്കാം. ഫാത്തിഹയും ആയത്തുൽ കുർസിയും യാ തവ്വാബു യാ അള്ളാ എന്നുള്ളതും ഇതൊക്കെ വെള്ളത്തിൽ ഊതി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഇന്ന റബ്ബി ലത്തീഫും ലിമാ യശാഉ ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം എന്നുള്ളത്. എങ്ങനെയാണ്? ഇന്ന റബ്ബി ലത്തീഫും ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. വല്ലാതെ ദുആ ചെയ്യുക. ഇത് ധാരാളം അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ വീടും അവരുമായി ഒരു ആത്മീയ ചിട്ടയിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ലഹരി ഉപയോഗം പൂർണ്ണമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഉപയോഗം അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഈ ലഹരി ഉപയോഗിക്കുന്ന ആളിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അവനെ സമാധാനപ്പെടുത്തുക. ശേഷം അവനും വീട്ടുകാരും ഒരുമിച്ച് ഇത്തരം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ലഹരി ഉപയോഗിക്കുന്നവർക്ക് എത്രയും പെട്ടെന്നൊരു മോചനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ അഹ്ലുകാരെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അള്ളാഹു മോചനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.